മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. പ്രഖ്യാപനങ്ങളുടെ പെരുമഴയൊന്നുമില്ലെങ്കിലും BJP സഖ്യകക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രയുടെയും ബീഹാറിന്റെയും വികസനത്തിന് വമ്പൻ പദ്ധതികളുണ്ടെന്നതാണ് ശ്രദ്ധേയം. തൊഴിലില്ലായ്മ, നൈപുണ്യ വികസനം, MSME, മധ്യവർഗ വരുമാനക്കാർ തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാം ബജറ്റ് അവതരണത്തിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാം. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത, തൊഴിൽ നൈപുണ്യശേഷി, മെച്ചപ്പെട്ട മാനവവിഭവശേഷി, നിർമ്മാണം, നഗരവികസനം, ഊർജ്ജ മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, ഗവേഷണം തുടങ്ങിയ മേഖലകൾക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. മോദി സർക്കാരിനെ ജനങ്ങൾ മൂന്നാമതും തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് ആരംഭിച്ചത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ, നൈപുണ്യ മേഖലകൾക്ക് 1.48 ലക്ഷം കോടി നീക്കിവെച്ചു. 9 മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഈ പ്രഖ്യാപനം. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെന്നും അഭിപ്രായപ്പെട്ടു. 4 കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനവും കൊണ്ടുവരും. 80 കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജന പ്രയോജനപ്പെടും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാകും. എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതിയും കൊണ്ടുവരും. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി വകയിരുത്തി. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും തുറക്കുന്നു. 5 വർഷം കൊണ്ട് 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകും. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം ലഭിക്കും. കൂടുതൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാകും. രാജ്യത്ത് കൂടുതൽ കൃഷി സ്കൂൾ ആരംഭിക്കും. 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തും. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വൗച്ചറുകൾ അനുവദിക്കും. ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനത്തിന് ധനസഹായമായി 15,000 കോടി രൂപ ലഭ്യമാക്കും. ബീഹാറിൽ പുതിയ വിമാനത്താവളം കൊണ്ടുവരുമെന്നും ബീഹാറിലെ ഹൈവേ വികസനത്തിന് 26,000 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു. ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായവും ബീഹാറിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായം നൽകും. ആന്ധ്രയിലെ പോലാവാരം ജലസേചന പദ്ധതിക്കും സഹായം നൽകും. ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ വരും. 5 ലക്ഷം ആദിവാസികൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകും. MSME അഥവാ ചെറുകിട സംരംഭകർക്ക് പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. ഇവർക്ക് ഈടില്ലാതെ വായ്പകൾ നൽകുകയും ഇതിനായി പ്രത്യേക സഹായ ഫണ്ട് എന്ന പേരിൽ 1000 കോടിയും വകയിരുത്തുകയും ചെയ്യും. വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് 3 ലക്ഷം കോടി നീക്കിവെക്കും. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായവും നൽകും. മുദ്ര വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. 500 വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ 1 കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരമൊരുക്കും. ഇന്റേൺഷിപ്പിന് തുകയായി 5,000 രൂപ ലഭ്യമാക്കും. രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കും. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകും. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. നഗരങ്ങളിൽ 1 കോടി ഭവനങ്ങൾ നിർമ്മിക്കും. പാർപ്പിട പദ്ധതിക്ക് 10 ലക്ഷം കോടി നീക്കിവെച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലാണ് ഇത് നടപ്പിലാക്കുക. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും. 5,000 രൂപ സ്റ്റൈപ്പൻഡ് നൽകും. 6,000 രൂപ ഒറ്റത്തവണയായി നൽകും. പരിശീലനത്തിനുള്ള ചെലവും 10% സ്റ്റൈപ്പൻഡും കമ്പനികൾ വഹിക്കണമെന്ന് ബജറ്റിൽ ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. കൂടുതൽ തദ്ദേശീയ താപവൈദ്യുത നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും. 1 കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും. പ്രളയദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കും. അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന ഫേസ് 4 അവതരിപ്പിക്കും. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകളാണ് ഇതിൽ നിർമ്മിക്കുക. 25,000 ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം. ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പ്രളയ ദുരിതം നേടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല. ബീഹാർ, അസം, ഹിമാചൽ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് പദ്ധതികൾക്കായി പരിഗണിച്ചത്. നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും. വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കും. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകും. പ്രായപൂർത്തിയാകാത്ത മക്കൾക്കായി രക്ഷിതാക്കളുടെ നിക്ഷേപ പദ്ധതിയായ NP വാത്സല്യ അവതരിപ്പിച്ചു. ധനക്കമ്മി GDPയുടെ 4.9%. GST റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു. സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചു. കർഷകർക്കുള്ള ധനസഹായം 6,000 രൂപയായി തുടരും.
കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും. മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും. സ്വർണം, വെള്ളി വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും. പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും. മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ 3 ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കും. ചെമ്മീൻ തീറ്റയ്ക്കുൾപ്പെടെ വില കുറയ്ക്കും. ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. നികുതിദായകരിൽ 3-ൽ 2 പേരും പുതിയ നികുതി സമ്പ്രദായം സ്വീകരിച്ചു. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയില്ല. ഇതിനിടയിൽ ഓഹരി സൂചികകളിൽ നേരിയ ഇടിവ് സംഭവിച്ചു. ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയതോടെയാണ് ഈ ഇടിവ് സംഭവിച്ചത്. അതേസമയം കാർഷിക മേഖലയിലെ കമ്പനികൾക്ക് നേട്ടമുണ്ടായി. ഈ കമ്പനികളുടെ ഓഹരികൾ 10% വരെ നേട്ടമുണ്ടാക്കി. സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടം. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കി. ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം. വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്തെ ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിക്കാൻ നികുതി ഇളവ് നൽകി. ഇതുവഴി ധാരാളം തൊഴിൽ ലഭിക്കും. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 35% കുറച്ചു. 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 ആക്കി. 3 ലക്ഷം രൂപ വരെ നികുതിയില്ലെങ്കിൽ 3 മുതൽ 7 ലക്ഷം രൂപ വരെ 5% നികുതി നൽകണം. 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതി നൽകണം. 10 മുതൽ 12 വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി അടയ്ക്കണം. ഈ മാറ്റത്തിലൂടെ പുതിയ നികുതി സമ്പ്രദായത്തിൽ 17,500 രൂപ വരെ സമ്പാദിക്കാം. 12:32 ബജറ്റ് അവതരണം പൂർത്തിയായി.